ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ, ഒരു തമിഴ് ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് വരുന്നത് അസ്ത്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ പ്ലോട്ട് നമുക്ക് ആദ്യം തന്നെ സിനിമയുടെ പ്ലോട്ട് നോക്കാം. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ പിന്നെ ഈ സിനിമയിൽ കുറെ ആത്മഹത്യകൾ നടക്കുകയാണ്. 3 ആത്മഹത്യകൾ നടക്കുകയാണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നായിരിക്കും. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ വയറിൽ കത്തി കൊണ്ട് കുത്തിയിട്ട് വരഞ്ഞ് മരിക്കുകയാണ്. 3 പേരും ഒരേ രീതിയിലായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാകുക. അതിൽ ഒരു അസ്വാഭാവിക തോന്നി, അതിലൊരു സംശയം തോന്നിയിട്ട് നമ്മുടെ നായകൻ ഈ ഒരു കേസ് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിച്ചുകൊണ്ട് പിന്നെ അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. അന്വേഷണത്തിന് ഇറങ്ങുന്ന സമയത്ത് അതിൽ നിന്നും മനസ്സിലാക്കുന്ന മിസ്റ്ററി എന്തൊക്കെയെന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ശ്യാമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമയിൽ ശ്യാമിനെ കൂടാതെ നിരഞ്ജിനി ഉണ്ട്, അപ്പോൾ നിയൽഗൽ രവി, പിന്നെ ജീവ രവി എന്നിവരൊക്കെയാണ് ഈ സിനിമ, അരോൾ ഡി ശങ്കർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അരവിന്ദ് രാജഗോപാലാണ് ഈ സിനിമ, നവാഗതനായ അരവിന്ദ് രാജഗോപാലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 1 മണിക്കൂർ 50 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. സിനിമയുടെ പ്ലോട്ട് കൊള്ളാമായിരുന്നു. അതായത് നല്ലൊരു ക്രൈം ത്രില്ലർ സിനിമയ്ക്കുള്ള ഒരു പ്ലോട്ട് തയ്യാറാക്കാനുള്ള മേക്ക് ചെയ്യാനുള്ള ഒരു പ്ലോട്ട് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സിനിമയുടെ മേക്കിംഗ്, തിരക്കഥ വളരെ വളരെ ശോകമായി പോയി എന്ന് തന്നെയാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഈ സിനിമ നിർത്തിയ സംഭവം, അതായത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് സിനിമ അവസാനിപ്പിച്ചതെന്നുള്ളതാണ്. ശരിക്ക് പിന്നെ അങ്ങനെ അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാം റിവീൽ ചെയ്തുകൊണ്ട് തന്നെ സിനിമ അവസാനിപ്പിക്കുക, ആ രീതിയിലായിരുന്നു സിനിമയുടെ കഥയുടെ പോക്കും കാര്യങ്ങളൊക്കെ. നമ്മളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം പിന്നെ ഈ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത്, കൊലപാതകമാണെന്ന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്ലോട്ട് അടിപൊളിയായിരുന്നു. നല്ലൊരു കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, നല്ലൊരു മേക്കിംഗ് ഉള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊണ്ട് തൊലച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ. അസ്ത്രം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഒരു നീറ്റ് വാച്ചബിൾ ആണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് വാച്ച് ചെയ്യാവുന്ന ഒരു ത്രില്ലർ മൂവി, അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. പെർഫോമൻസുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്യാമിൻ്റെ എല്ലാവരുടെയും പെർഫോമൻസുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൊച്ചു സിനിമ, ഒരു ചെറിയൊരു സിനിമ, ഒരു ലോ ബഡ്ജറ്റ് മൂവി കാണുന്ന രീതിയിൽ കാണാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. പക്ഷെ എവിടേക്കോ വലിയ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മകൾ സിനിമയ്ക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പോരായ്മ എന്നുള്ളത് സിനിമ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് സിനിമ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അസ്ത്രം എന്ന് പറയുന്ന സിനിമ ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.